ബാലേട്ട, നീ എന്താ ആളെ കുരങ്ങ് കളിപ്പിക്കുക? അയ്യോ ബാലേട്ട, ദൈവത്തെ ഓർത്ത് ഒച്ച വെക്കരുത്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് അകത്തുരിക്കണ്ട, പുറത്തുരിക്കണ്ട. ഒന്നുകിൽ എനിക്ക് എന്റെ വീടിന്ന് വാർത്ത കിട്ടണം, ഇല്ലെങ്കിൽ എന്റെ പൈസ തിരിച്ചു തരണം. പൈസ ഇതാ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊരു പുല്ലും കേൾക്കണ്ടോ. തന്റെ വാക്കും വിശ്വസിച്ച് 10 രൂപയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ബാലേട്ട, നടന്ന് എന്താണെന്ന് പറയാൻ എനിക്കൊരു അവസരം വാ. നിനക്ക് കഴിയില്ലെങ്കിൽ അത് പറഞ്ഞൂടെ? പറ്റിക്കാൻ നിൽക്കുക. നീ എന്നെ വിടന്ന്. ചേട്ടാ, പറ്റിക്കാനാണെങ്കിൽ ഇത്രയും പണി കാശ് മേടിക്കാതെ ഞാൻ ചെയ്തു തരുമോ? 1.5 ലക്ഷം രൂപയിലധികം ചേട്ടാ എനിക്ക് ഇങ്ങോട്ട് തരാറുണ്ട്. എന്നിട്ട് ഞാൻ ഒരു സ്കേറ്റ് എടുത്തത് എങ്ങനെയെങ്കിലും വാർപ്പ് പണി ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കണ്ട ബംഗാളികളും തമിഴന്മാരും വെച്ചിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. കുറച്ച് കാശ് അവർക്ക് പെൻഡിങ് ഉണ്ട്. കിട്ടാനുള്ളത് കിട്ടാതെ അവർ പണിക്കിറങ്ങില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇല്ലാത്ത പൈസ കടം മേടിച്ചിട്ടാണ് ഞാൻ എന്റെ വീട് പണി തുടങ്ങിയത്. ബാങ്കുകാരാണെങ്കിൽ വാർപ്പ് കഴിയാതെ 5 പൈസ എടുത്ത് തരൂല്ല. ഈ അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൂടെ പറഞ്ഞത് എനിക്ക്. ചേട്ടാ ഇങ്ങോട്ട് വാ. വേണ്ട, നീ ഇവിടുന്ന് പറഞ്ഞാൽ മതി. ചേട്ടാ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അകത്തിരിപ്പുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഉപകരിച്ചേക്കും. ഇപ്പോഴാണെങ്കിൽ നല്ല മൂഡിലാണ്. ചേട്ടൻ വാ. വാ ചേട്ടാ ഇങ്ങോട്ട്. ഒക്കെ ശരിയാക്കാം. ഇതുപോലെ പണത്തിന്റെ ക്രൈസിസ് വരുമ്പോ എനിക്ക് ഉപകരിക്കുന്ന നല്ല മനുഷ്യനായി ഈ പൊറിഞ്ചേട്ടൻ. കാശ് കിട്ടണ വരെ പൊറിഞ്ചേട്ടൻ. കൊടുത്ത കാശ് തിരിച്ചു വെക്കാൻ ചെന്നാലോ പലിശ പൊറിഞ്ചു. ഉമ്മടെ കാശ് ഉമ്മടെ പോക്കറ്റിൽ തന്നെ കിടന്ന വല്ലോരെ വായുള്ള തെറിയും കേൾക്കണ. പിന്നെ ചില ഗടികളുണ്ട്, ചോദിക്കണ കേട്ട നമ്മളെ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കും. കള്ളന്മാരാ. എന്നാലും ചില സങ്കടം കേൾക്കുമ്പോ നമുക്ക് സഹിക്കില്ല ഏട്ടാ. അവസാനം എന്തുട്ടാ അവരുടെ വാലും കൂടി കേട്ടാലേ നമുക്ക് സമാധാനാവുള്ളൂ. അല്ല പൊറിഞ്ചേട്ടാ, ബാലേട്ടൻ ആ ടൈപ്പ് ആളല്ല. ഏയ്, ഞാൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേട്ടാ ചുള്ള. ഞാൻ പൊതുവെ പറഞ്ഞു എന്നല്ലോ. ഈ വീട് പണിന്ന് പറഞ്ഞാൽ തന്നെ ഒരു തൊരടിയാണ്. തുടങ്ങിയാ പെട്ടു. എത്ര കാശിറക്കിയാലും കാണൂല. തീരാണ്ട നമ്മക്കിട്ട് ഉറക്കവും വരില്ല. ഈ ചൂടുള്ള ഇസ്ത്രിപ്പെട്ടിന്റെ മുകളിൽ വെള്ളം ഒഴിച്ച പോലെ എന്ന് പറഞ്ഞിട്ട് കാശ് ഒരു പോക്കാണ്. അല്ല നമ്മക്കിപ്പോ എത്ര വേണ്ടി വരും? അത് ബാലേട്ട പറഞ്ഞു. അല്ല, നീ പറഞ്ഞു. ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അയാളുടെ വാർപ്പ് തീരും. വാർപ്പ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഗഡു ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കുകയും ചെയ്യാം. ഇല്ല, അയാള് തരും. ഏയ്, താരാണ്ട പറ്റില്ല, നമ്മുടെ കാശല്ലടാ. ആ ഹലോ, ആ പൊറിഞ്ചോണ്. ആ ഡാ, നീ അയച്ച പാർട്ടി ഇതുവരെ കാശ് തിരിച്ചു തന്നിട്ടില്ലേട്ടാ. ആ പന്നിയുടെ മുട്ടും കാലം ഞാൻ തല്ലിയൊടിക്കുന്നു പറഞ്ഞോട്ടാ. നീയേ അവനെന്നെ അറിയില്ല. അപ്പനെ തല്ലി കാശ് വാങ്ങിയാലാണ് പൊറിഞ്ചു. ആ കട്ട് ചെയ്ത് പോയിക്കോ. ശരി എന്നാ. അപ്പൊ നമ്മളെന്താ പറഞ്ഞേ? മുട്ടുകാല്. ഏയ്, അതവിടെ പറഞ്ഞല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യേ, നാളെ 10 മണിയാകുമ്പോ ഓഫീസിൽ ചെന്നോ, ഞാൻ വിളിച്ചു പറയാട്ടാ. വലിയ ഉപകാരം, നന്ദിയുണ്ട്. ഏയ്, നന്ദിയൊന്നും വേണ്ട ഇഷ്ടാ. നീ ആ കാശ് തിരിച്ചു വരുമ്പോ നമ്മളെ പ്രാവാഞ്ഞാ മതി. പ്രഹ്ലാദ, നമ്മള് തെറിക്കട്ടാ. അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ. ശരി ശരി. എന്താ ബാല, വീട് പണിയൊക്കെ നടക്കണ്ടോ? ഓ, വീട് പണി ഒന്നും കാര്യമായിട്ട് നടക്കണില്ല നാണിയമ്മേ. വീട് പണിയാൻ വേണ്ടി ഞാൻ കുറെ നടക്കണം. നടന്നോ അപ്പൊ അങ്ങോട്ട് നടന്നോളൂ. സാർ നമസ്കാരം. സ്കൂള് വിടാറായി. ഇനിയിപ്പോ വിരുന്നുകാരൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി ഇരുന്നതാ. ഇന്ന് പോവാതെ ഞാൻ ഒപ്പിടാൻ വന്നതല്ല മാഷേ. ഒരു 4 ദിവസം ലീവ് എടുത്താലോ ഒന്ന് ആലോചിക്കുക. ഞാൻ വെറുതെ പറഞ്ഞാടോ. എന്തായി വീട് പണിയൊക്കെ? അടുത്ത കാലത്തെങ്ങാനും തീരുവോ, അതോ തന്നെ കൊണ്ടേ പോവുള്ളൂ? അല്ല, വാർപ്പ് സ്റ്റക്കായി എന്ന് പറയുന്ന കേട്ടോ മാഷന്മാര്. പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ മാഷേ? ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ വാർപ്പിന്റെ പണി നടക്കും. അതൊന്നാണ് വാർത്ത കിട്ടിയാ ജയിച്ചു. തിരിക്കലും മറിക്കലും ഒന്നും അത്ര സുഖമുള്ള ഏർപ്പാടല്ല ബാല. എന്തായാലും വാങ്ങുന്നത് കടമല്ലേ, തിരിച്ചു കൊടുക്കുകയും വേണം. ബാങ്കിന്റെ കടം തന്നെ അപകട. അതിന് പുറമെയാണ് പലിശ മേടിച്ച് സഹായിക്കാൻ വരുന്ന ഈ പരിചയക്കാരും. എന്താന്ന് വെച്ചാ കണ്ടു നോക്കിയൊക്കെ ചെയ്യും. ഒരു 4 ദിവസം ലീവ് എടുത്താൽ പണിക്കാരെ കൂടെ നിന്നില്ലെങ്കിൽ അവർ ഇനി എന്നെ പറ്റിക്കും. ഈ ബുദ്ധിയൊക്കെ മുമ്പേ തോന്നേണ്ടതായിരുന്നു. ഇത്തിരി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്കേ ഇറങ്ങില്ലായിരുന്നു. ഇതിപ്പോ പെട്ടുപോയില്ലേ. ഇയാള് ലീവൊന്നും ആക്കണ്ടോ, താൻ ഒപ്പിട്ടോ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പേനയല്ലേ കാണില്ല, ഇതെടുത്തോ. എന്താ മാഷ ലീവിന്റെ കാര്യം പറഞ്ഞില്ലേ? മാഷ കണ്ടല്ലേ ഭാരം വന്നിട്ടുണ്ട്. അതിനെന്താ? കാശില്ലാണ്ട് വീട് പണി മുടങ്ങിയിരിക്കല്ലേ. കണ്ട കാശ് കടം ചോദിക്കും. എന്റെ കൈ 10 കാശ് എടുക്കാനില്ല. ഞാൻ ആ ബാത്റൂമിൽ കാണും. ചിലപ്പോ സ്റ്റാഫ് റൂമിലേക്കും വരുവേ. മാഷേ, ഞാനും കൂടി വരാം. മാഷേ, മാഷേ, എന്താ സുക്കുറേ,
എന്തിനാ ബാബു നമുക്കിവിടെ സ്റ്റാൻഡിൽ നടാ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. ചെടി കണ്ടാത്തന്നെ ഒരു കുഴപ്പമുള്ളൂ ഇവിടെ, ബാക്കിയൊക്കെ അയക്കുന്നു. അനക്കൊക്കെ പിരാന്തിന്റെ ചങ്ങായി, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടോ. എന്നോടൊക്കെ പറഞ്ഞ എന്നെ രമേശ് ഈ ഒരു കാര്യം ചെയ്താൽ എടുത്ത ചക്കി വേറെ പണിയുണ്ട്. ആ രമേശാ, ഇപ്പത്തെ ചെക്കന്മാർക്കൊന്നും ഒരു ചിന്തയില്ലട്ടോ, ചെടി നടക്കാൻ പോലെ. ഈ മരം നട്ടു വളർത്തിയ നിന്നെ പോലുള്ളവർക്ക് എപ്പോഴെങ്കിലും തണലിൽ പോയി കുത്തിയിരിക്കാം. നീ വളർന്ന് വന്തരിച്ചിട്ട് ഈ നാടിന് എന്ത് ഗുണം ഉണ്ടടാ? രമേശ ഒരു കായപ്പെടുത്തു കൊടുക്കും, ലോട്ടറി ചായ കൊടുക്ക്. യൂണിഫോമും കൂടി മാറ്റിയിട്ടില്ലേ രണ്ടെണ്ണം? ഇവിടെ കേറി പോരുണ്ടോ മണ്ണിൽ കളിക്കാതെ? മണ്ണില് കളിക്കല്ല, ഞങ്ങൾ ചെടി കുഴിച്ചിടുക. ഓ ഇപ്പൊ ഇവിടെ നട്ടിട്ടെന്താ? സ്വന്തം വീട്ടുവളപ്പിലാച്ചാ പിന്നെയുണ്ട്. മരം നമുക്ക് തണൽ തരും, വായു തരും, പഴം തരും. മരമില്ലേ നമ്മളും ഇല്ല. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അത് പരമാർത്ഥം. ഇത്തരം കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് എന്താ മക്കളെ? നിങ്ങൾക്ക് കിട്ടിയ മരം കിട്ടി. എന്ത് മരം അത്? എനിക്കറിയില്ല. ഇതാണ് മഹാഗണി. ഇത് സ്കൂളിൽ നിന്ന് കൊടുത്തിട്ട് വെറുതെ കുഴിച്ചിട്ടിട്ട് കാര്യമില്ല. ദിവസേന നോക്കണം, വെള്ളമൊഴിക്കണം, കുഴിക്കടാ. അല്ല, ഒരു കുടുംബം കഴിഞ്ഞൂടെ രണ്ടാൾക്ക് ശമ്പളം വേണ്ടല്ലോ, ഓക്ക് ശമ്പളം ഉണ്ടല്ലോ. നീ അറിഞ്ഞ എന്തേ നമ്മുടെ ചെയ്താലിക്ക സൈതാലിക്ക വട്ടപ്പറമ്പിൽ അബ്ദുൽ ഖാദർ മകൻ സെയ്ദാലി എന്നവർ മരണപ്പെട്ട വിവരം വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു. ഖബറടക്കം ഇന്ന് വൈകിട്ട് 3 മണിക്ക് പ്രഭാപുരം ജുമാ മനുഷ്യന്റെ സുഹൃത്താമ്മേ. മരം നമുക്ക് തണൽ തരും, വായു തരും, പഴം തരും. മരയില്ലേ നമ്മളും ഇല്ല. കൊള്ളാലോടെ നിന്റെ സെറ്റപ്പ്. പ്രഹ്ലാദാ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ എത്ര വർഷമായി? അവസാനമായിട്ട് കണ്ടത് തന്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴല്ലേ? അപ്പൊ കൃത്യം 5 വർഷമായി. അതെ. താനിപ്പോഴും പഴയ സ്ഥലത്തല്ലേ? ഏയ്, ഞാൻ ഖത്തറിലേക്ക് മാറി. സാമ്പത്തിക മാന്ദ്യം വന്നതോടെ ദുബായ് മൊത്തത്തിലൊന്നിരുന്നു. എന്റെ കമ്പനി അടക്കം ഒരുപാട് കമ്പനികൾ നിർത്തി. ഇപ്പൊ ഖത്തറുമായിട്ട് അണങ്ങി വരുന്നതേ ഉള്ളൂ. പഴയ പോലെ നല്ലടോ, ഭയങ്കര കോമ്പറ്റീഷനാ. ഇതൊന്നും നോക്കിയ ഫൈസല് എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത്തിരി വലിപ്പം കൂടിയോ? 5 ബെഡ്റൂം സെറ്റപ്പാ. ഓ, അത്രയും വേണ്ട. ഒരു 3 ബെഡ്റൂം അറ്റാച്ച്ഡ്. 3 ബെഡ്റൂം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോയാലോ? സമയം ഉണ്ടാവോ? സമയം ഉണ്ടായിട്ടല്ല,
എന്നാലും പോവാം. ഓക്കെ. ഇതിന് വെച്ച് നീട്ടാൻ പറ്റില്ലടോ. പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിലെത്തണം. അപ്പൊ നമുക്ക് ഇറങ്ങാം. തനിക്കെന്താ വീടിന് ഇത്ര അത്യാവശ്യം? ഫാമിലിയെല്ലാം തന്റെ കൂടെ അവിടെ അല്ലേ? ഉമ്മ മരിച്ചവരുടെ വാപ്പ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് മൂപ്പരെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയത് തന്നെ. നമ്മളൊക്കെ ഇത്രയും വളർത്തി വലുതാക്കിയ ആളല്ലേ, ഉപേക്ഷിക്കാൻ പറ്റൂ? പറഞ്ഞിട്ടെന്താ, കൂടെയുള്ള ഭാര്യമാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അതവർക്ക് മനസ്സിലാവില്ല. നമ്മൾ നോക്കണ പോലെ അവർ നോക്കുകയും ചെയ്യില്ല. അത് ശരിയാ. ഇപ്പൊ നാട്ടിലേക്ക് തിരിച്ചു വരാന്നുള്ള ഒരേ വാശിയില്ല മൂപ്പര്. അല്ല, മൂപ്പരെങ്ങനെ ഈ പ്രായത്തിലൂടെ ഒറ്റയ്ക്ക്? എല്ലാരും കൂടി നിർബന്ധിച്ച് വാപ്പാനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതെ, പുള്ളി സമ്മതിച്ചോ? സമ്മതിക്കാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. തറവാട്ടിലാവുമ്പോ ഈ നാട്ടുകാരൊക്കെ കാണുന്നുള്ള ഒരു പ്രയാസ മൂപ്പർക്ക്. അതുകൊണ്ടാ ഞാനിപ്പോ ഈ വീടിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. പിന്നെ ഞാൻ പണിതുകൊണ്ട് പറയല്ല, സെറ്റപ്പ് വീടാ. നീ പണിതെന്നുള്ള ഒറ്റ കുഴപ്പം കണ്ട ഞാൻ അവിടെ ചെന്ന് നോക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അഡ്വാൻസ് കൊടുത്തേനെ. എടാ, ഇത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കണ വീടൊന്നല്ലോ. ഇതൊരു പാവം പ്യൂണിന്റെ വീടാ. കാശില്ലാതെ പണിമുടങ്ങി കിടക്കുക പാവം. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല വീട്, നല്ല പരിസരവും. എത്ര സ്ക്വയർ ഫീറ്റ്? 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്.